താരിഫ് യുദ്ധം രൂക്ഷമാകുന്നതിനിടയിൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് ചൈന നല്ല കനത്ത പ്രഹരമാണ് നൽകുന്നത്. അതായത് നിർണായകമായ 7 റെയർ എർത്ത് ലോഹങ്ങളുടെ കയറ്റുമതിക്കാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ ചൈന ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ താരിഫ് യുദ്ധം ഇതിപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്കും ചൈന ചിലപ്പോൾ ഈ ഒരു ലോഹങ്ങളുടെ നിയന്ത്രണം, കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് വരാം. അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാര്യം എന്തൊക്കെയായിരിക്കും? അതായത് ഇപ്പോൾ ട്രംപ് അവിടെ ഇരുന്ന് കാണിച്ചു കൂട്ടുന്നതെല്ലാം ഒരുതരം ഭ്രാന്തൻ ആശയങ്ങളാണ്. അദ്ദേഹം പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറി, ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറി, അവർക്ക് പൈസ കൊടുക്കില്ല എന്ന് പറയുന്നു, പിന്നെ കാലാവസ്ഥാ വ്യതിയാനം ഇല്ല എന്ന് പറയുന്നു, അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, പല രൂപത്തിൽ വന്നു. അവസാനമാണ് പുള്ളി ഈ തീരുവ പകരച്ചുങ്കം എന്ന് പറയുന്ന പരിപാടിയായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഈ പകരച്ചുങ്കം വെച്ചിട്ട് ഒരുപാട് തീരുവ കയറ്റുമതി ഇറക്കുമതിയെ ബാധിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഒരു 3% എങ്കിലും അധിക ഇടിവുണ്ടാകും ഇങ്ങനെ തീരുവ കൊണ്ടുപോയാലെന്നുള്ളതാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെയൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ പറയുന്നത്. ചിലപ്പോൾ കയറ്റുമതി മറ്റ് രാജ്യങ്ങളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇന്ത്യയും കാനഡയും ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഒന്ന്. രണ്ടാമത് 70ഓളം രാജ്യം, ഇപ്പം നമ്മൾ വേറൊരു രാജ്യം പറയലല്ല അമേരിക്ക, ലോകരാജ്യങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു, കയറ്റുമതി ചെയ്യുന്നു. രണ്ടും ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അമേരിക്ക എടുക്കുന്ന തീരുമാനം എല്ലാ രാജ്യങ്ങളെ അത് ബാധിക്കും. ഇപ്പോൾ 70 രാജ്യങ്ങളിലേക്ക് ആണ് ഒരു നയമെടുത്തത് ഇതിനെ ബാധിക്കുന്നത്. അപ്പോഴത്തേക്ക് ചൈനയെ ഇവരെന്ത് ചെയ്തു? ഈ 70 നടപ്പിലാക്കുന്നതിൽ നിന്ന് 70 രാജ്യങ്ങൾ ഒഴിവാക്കിയപ്പോഴും ആരും ഒഴിവാക്കിയില്ല, ചൈന ഒഴിവാക്കിയില്ല. അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഇത് തീരുവയുടെ പ്രശ്നമല്ല. ചൈന എന്തായി വന്നുകൊണ്ടിരിക്കുകയാണ്? ആഗോള ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലും അമേരിക്കയ്ക്ക് എന്തുകൊണ്ടൊരു ചില പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൈനയെ ഒഴിവാക്കിയിട്ട് ബാക്കി 70 രാജ്യങ്ങൾക്ക് എന്ത് കൊടുത്തു? ഈ ഇളവ് തീരുവ നടപ്പിലാക്കുന്നതിന്, ആ നിയമം നടപ്പിലാക്കുന്നതിന് ചെറിയ ഇളവ് കൊടുത്തു, സമയം കൊടുത്തു, പതുക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? ചൈനയിൽ ആ ഇളവ് കൊടുത്തില്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു 90 ദിവസത്തെ ഇളവാണ് കൊടുത്തത് മറ്റ് രാജ്യങ്ങൾക്ക്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ചൈനയ്ക്ക് ഇളവ് കിട്ടിയില്ല. അവരെന്ത് ചെയ്യാൻ തുടങ്ങി? റെയർ എർത്ത് വെച്ച് കളിക്കാൻ തുടങ്ങി. 7 ലോഹങ്ങൾ അതിനകത്ത് കിടക്കും. ആ ലോഹങ്ങൾ വെച്ചിട്ട് ഇതിപ്പം ഒരുപാട് ആവശ്യങ്ങൾക്ക്, വിമാനം ഉൾപ്പെടെയുള്ള മറ്റൊരുപാട് വൈദ്യുതി രംഗം, വിമാന രംഗം, ഒരുപാട് ആവശ്യങ്ങൾക്കാവുള്ള ലോഹങ്ങളിലാണിത്, മെറ്റൽസാണ്. അപ്പോൾ ഇതിനെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ വിലപേശാൻ തുടങ്ങി. അപ്പോൾ ഇത് ചൈന പലപ്പോഴും ഇത്തരം ഈ ലോഹങ്ങൾ വെച്ച് മറ്റു പല കാര്യമുണ്ട്. ആ പഴയ, അതായത് ഇപ്പം 2ാം ലോക മഹായുദ്ധം നടന്നതിന് ശേഷം ഇനിയൊരു 3ാം ലോക മഹായുദ്ധം ഉണ്ടാവുക എളുപ്പമല്ല. ഏത് വെച്ച്? സൈനിക ശക്തി ഉപയോഗിച്ച്. സൈനിക ശക്തി ഉപയോഗിച്ച് അങ്ങനെ എളുപ്പമല്ല. കാരണം എല്ലാവരുടെ കയ്യിലും ആയുധങ്ങളുണ്ട്, ആണവായുധം ഉൾപ്പെടെ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. മാത്രമല്ല ആരുടെ കയ്യിലുണ്ടെന്നുള്ളത് അറിയാനും പ്രയാസമാണ്. കാരണം സാർവത്രികവൽക്കരിക്കപ്പെട്ടു ടെക്നോളജി. അപ്പോൾ അതുകൊണ്ട് അതില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ജൈവായുധം നോക്കി, കൊറോണ പോലുള്ള, കോവിഡ് പോലുള്ള വൈറസ് കൊണ്ട് ലോകത്തെ കീഴടക്കാൻ പറ്റുമെന്ന് നോക്കും. അങ്ങനത്തെയൊക്കെ നോക്കി, ജൈവായുധമാണത്. അത് നടക്കാത്തതുകൊണ്ട് ഇപ്പോൾ വ്യാപാരായുധത്തിലേക്ക് വന്നിരിക്കുകയാണ്. വ്യാപാരത്തെ എന്താക്കുകയാണ്? ഒരു ആയുധമാക്കുകയാണ്, കച്ചവടത്തെ. ട്രംപ് ചെയ്തത് തന്നെയാണ്, അതിൻ്റെ വേറൊരു കളിയാണ് കളിച്ചു. പക്ഷേ ചൈന ഇപ്പോൾ കുറച്ചുകൂടി ഗൗരവമായിട്ട് ഈ വിഷയം വരികയും ഇവർ റെയർ എർത്തിൻ്റെ 7 ലോഹങ്ങൾ വെച്ചുകൊണ്ട് ലോകരാജ്യങ്ങളോട് വിലപേശുകയാണ്. തീർച്ചയായിട്ടും അത് വേറെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കായിരിക്കും പോകുന്നത്. സ്വർണ്ണം ഉൾപ്പെടെയുള്ളതിന് നികുതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർണ്ണം ഇറക്കുമതി ചെയ്യുന്നവർക്ക് അത് പ്രശ്നമുണ്ട്. സ്വർണ്ണം മാത്രമല്ല, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളൊക്കെ ധാരാളം ഉണ്ടല്ലോ. വിമാനം ഉണ്ട്, യുദ്ധോപകരണങ്ങളുണ്ട്, പിന്നെ ആധുനികമായ ഒരുപാട് യന്ത്രോപകരണങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടല്ലോ, ഈ ലോഹങ്ങൾ ആവശ്യമുണ്ട്. അവിടെയാണ് ചൈന എന്ത് ചെയ്യുന്നത്? വല്ലാതെ വെച്ചിട്ട് വിലപേശുന്നത്. ചൈന ഇപ്പൊ 125% നികുതി അമേരിക്കയ്ക്ക് കൊണ്ടുവന്നു. ഇത്രയും നികുതി, അതായത് ഞങ്ങളൊട്ടും കുറയില്ല, നിങ്ങളും അങ്ങനെ കുറച്ചാൽ ഞങ്ങൾ അതിലും കൂട്ടുമെന്നുള്ളതില്ല. അതാ പറഞ്ഞ ഫൈറ്റ്, നെക്ക് ഫൈറ്റിനേക്ക് അവരും വരുന്നുണ്ട്. ചൈന ഇതപ്പം ഈ ഒരു വികസ്വര രാജ്യങ്ങളിലേക്ക് ഒരുപാട് ബാധിക്കില്ലേ? വലിയ ബാധിക്കും. അതല്ലേ പറഞ്ഞ വികസ്വര രാജ്യങ്ങൾ പോട്ടെ, വികസിത രാജ്യങ്ങൾ ഈ കടന്ന് അവികസിതമായ രാജ്യങ്ങളുണ്ട്, വികസിത രാജ്യങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതിസന്ധിയായിരിക്കും ഉണ്ടാക്കുന്നത്. ഇവരുടെ ഈ ഫൈറ്റിൽ ബുദ്ധിമുട്ടുന്നത് മറ്റു രാജ്യങ്ങൾ. ഇപ്പം ഇന്ത്യക്ക് ഒരു പരിധി, ഇപ്പം ഇന്ത്യ 5ാമത്തെ നിൽക്കുന്ന സാമ്പത്തിക ശക്തിയിൽ നിന്ന് 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാനായിട്ടുള്ള ശ്രമത്തിലാണല്ലോ ഇന്ത്യ ഇപ്പോൾ ഓടുന്നത്. ആ ഓട്ടത്തിനൊക്കെ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ട്രംപുമായിട്ടുള്ള നമ്മൾ ഫായി ആയതുകൊണ്ട് മോഡി അങ്ങനെ ബഹളം ഉണ്ടാക്കുന്നുമില്ല. അവരൊരു ഫായി മോഡലിൽ പോവുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ ബഹളമില്ല. പക്ഷേ നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്കും വലിയ പ്രശ്നം ഉണ്ടാക്കും. കയറ്റുമതിക്ക് വലിയ പ്രശ്നമുണ്ട്, ഇറക്കുമതിക്ക് പ്രശ്നമുണ്ട്, തീരുവ. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ 3% വ്യത്യാസം വ്യാപാരത്തിൽ ഉണ്ടാകുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ തന്നെ
പഠനങ്ങൾ പറയുന്നത്. ചൈനയുമായി ഇപ്പൊ ഇന്ത്യ വലിയ പഴയ പോലുള്ള തർക്കങ്ങളൊന്നുമില്ല. ഇപ്പം നല്ല രീതിയിലാണ് മോദി അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ അത് ഇന്ത്യയെ ബാധിക്കും. കാരണം ചൈനയിൽ നിന്ന് പക്ഷെ അവിടെ പ്രശ്നമുണ്ട്. ഇന്ത്യയും ചൈനയുമായിട്ട് എന്തെങ്കിലും ഇപ്പം യുദ്ധമില്ലാത്തൊരു ബാലൻസിങ്ങിൽ പോകുന്നു നമ്മൾ. പക്ഷെ നമ്മൾ വ്യാപാരപരമായിട്ട് എന്തെങ്കിലും കയറി ടൈപ്പ് ആയാൽ മറ്റവൻ പിണങ്ങും. നമുക്ക് കൂടുതൽ ഇഷ്ടം ആരെയാ? ട്രംപ് തന്നെയാണ്. ട്രംപിനാണ് കൂടുതൽ ഇഷ്ടം ചൈനയേക്കാൾ. കൂടുതൽ വിശ്വാസവും അതെ, വിശ്വാസവും ട്രംപിനാണ്. ട്രംപ് പലപ്പോഴും ചതിക്കാറുണ്ട്. ട്രംപ് ചതിക്കാറുണ്ട്. പക്ഷെ എങ്കിലും ഇവിടുത്തെ ചതി വേറെയാണ്. ചൈനയുടെ ചതി ഒരു സ്ഥലം കൂടി കണ്ടുകൊണ്ടുള്ള ചതിയാണ്. മറ്റവൻ്റെ ചതി അങ്ങനെയല്ല, നമ്മുടെ വ്യാപാരത്തിലുള്ള ചതിയാണ്. രണ്ടും രണ്ട് ചതിയാണ്. ചൈനയ്ക്ക് എന്തും കൂടെ നോട്ടമുണ്ട്. ടിബറ്റൻ വഴി ഹിമാലയം വഴി ഇന്ത്യയിൽ സ്ഥലം കയ്യേറാൻ പറ്റുമോ എന്നുള്ളൊരു, ബംഗ്ലാദേശ് വഴിയൊക്കെ കയറി വരാൻ പറ്റുമോ എന്നുള്ളൊരു, സിയാച്ചിൻ വഴിയൊക്കെ വരാൻ പറ്റുമോ എന്നുള്ള ചിന്ത ആരെ കിടപ്പുണ്ട്? ചൈനയെ കിടപ്പുണ്ട്. മോദിയുടെ ഒരു ഇന്റർവ്യൂ, അതായത് ഒരു പുറത്ത് ഒരു ഇന്റർനാഷണൽ ഒരു മാധ്യമമാണ് ഒരു ഇന്റർവ്യൂ നടത്തിയത്. അതിനകത്ത് ചൈനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മോദി കുറച്ച് വാക്കുകൾ പറഞ്ഞു. അതിങ്ങനെ 2000 വർഷത്തെ പഴക്കം ഇന്ത്യയും ചൈനയുമായിട്ടുണ്ട്. അപ്പോൾ ഒരു സൗഹൃദം നിലനിൽക്കുന്നുണ്ട്. വലിയ രീതിയിലാണ് ചൈനയെ അതിൽ ഉയർത്തിയെന്ന് പറയാൻ പറ്റില്ല. കൃത്യമായ രീതിയിൽ ഒരു വിവരണം മോദി നൽകിയിരുന്നു. പക്ഷെ അതിനെ അവിടുത്തെ ചൈന സാധാരണ അങ്ങനെ ട്വീറ്റ് ചെയ്യുന്നതല്ല. അങ്ങനെ ചൈനയിലെ വിദേശകാര്യ മന്ത്രാലയം അതെടുത്ത് ട്വീറ്റ് ചെയ്യുകയും മോദി പ്രശംസിക്കുകയും ചെയ്തു. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ചൈനയായിട്ട് ഒരു രമ്യതയിൽ തന്നെയാണ് ഇന്ത്യ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ബംഗ്ലാദേശിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം ബംഗ്ലാദേശ് ഇപ്പം ഇന്ത്യ വഴിയാണ് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഇന്ത്യ നിർത്തലാക്കി, സാധാരണയാണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ അതായത് ചൈനയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു കൊടുത്തതാണ് ഇന്ത്യൻ മഹാസമുദ്രം ഇതിൻ്റെ വകയാണ്, അതാണ് ഇന്ത്യയുടെ അല്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം മോദി ഇട്ട് പണി തിരിച്ച് ബംഗ്ലാദേശിന് കൊടുത്തത്. പക്ഷെ അവിടെ പോലും ചൈന ബംഗ്ലാദേശിൻ്റെ സൈഡോ മറ്റൊന്നും നിൽക്കാതെ തന്നെ ഇന്ത്യക്ക് ഒരു പരോക്ഷമായി ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തു. കാരണം ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യയോട് കൂടുതൽ തർക്കിക്കാതെ ഇരിക്കുന്നതാണ് അവരുടെ വലിയ മാർക്കറ്റും കൂടെ ആണല്ലോ. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇവിടുത്തെ തീപ്പെട്ടി വിട്ട് കൊച്ചു കളിപ്പാട്ടം മുതൽ മൊബൈൽ വിട്ട് എല്ലാ സാധനങ്ങളും കൊണ്ടുവരാൻ പറ്റുന്ന ചൈനയുടെ മാർക്കറ്റാണ് ഇവിടെ. അപ്പോൾ അത് ചൈന നന്നായി മനസ്സിലാക്കി. പക്ഷെ അത് നമുക്ക് പിന്നീട് വലിയൊരു വെല്ലുവിളിയിലേക്ക് പോകത്തില്ല. കാരണം ഇനിയിപ്പം USA ഈ കളിപ്പാട്ടം സാറ് പറഞ്ഞതുപോലെ ടോയ്സും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കടക്കാതിരിക്കുമ്പോൾ കൂടുതൽ ഇന്ത്യയിലോട്ട് കടത്തി വരാൻ അത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയും കൂടെ തീർച്ചയായിട്ടും വരും. അതല്ലേ പറഞ്ഞ ആഗോളതലത്തിൽ തന്നെ 3% എന്ന് പറഞ്ഞാൽ എത്ര കോടിയാണ് വരുന്നത്, എത്ര കോടിയുടെ വ്യാപാരമാണ് നടക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പോലെ വിവിധ രാജ്യങ്ങളിലെ അത് ബാധിക്കും, പല രൂപത്തിൽ ബാധിക്കും. ഇറക്കുമതിയുടെ ബാധിക്കും, കയറ്റുമതിയെ ബാധിക്കും. പലരും ഇത് ലോകം കൊടുക്കുന്നത് ഈ മെറ്റൽ കൊടുക്കുന്ന സാധനം റെയർ എർത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് വേറൊരു തരത്തിലാണ് ബാധിക്കുന്നത്. അല്ലാതെ ബാധിക്കും. ഈ പറഞ്ഞ പോലെ സാധനങ്ങൾ രാജ്യങ്ങളിലേക്ക് ഡംപ് ചെയ്യേണ്ടി വരും. ചെറിയ രാജ്യങ്ങളിലേക്ക് കൊണ്ടിടും. വലിയ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളിൽ ഒരുപാട് കാരണം ചുങ്കം കുറേ നേരത്തേക്ക് കയറ്റി അയക്കും. യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പൊ ട്രംപിനെതിരെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപ് യാതൊരു അയവും കാണിക്കുന്നില്ല. കാരണം ചൈനയും അയവ് കാണിക്കുന്നില്ല, ട്രംപും അയവ് കാണിക്കില്ല. പക്ഷെ ഇതിൽ പെട്ടുപോകുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, മറ്റ് വികസന രാജ്യങ്ങൾ ഒരുപാട്, ഡെവലപ്പിംഗ് കൺട്രീസ് ഒരുപാടുണ്ട്. അവരിതിനകത്ത് പെട്ടു. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസും ഉണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആപ്പിൾ ഐഫോണിന്റെ കാര്യം. കാരണം ആപ്പിളിന്റെ ഐഫോണുകൾ പല രാജ്യങ്ങളിലായിട്ടാണ് അതിന്റെ പാർട്സുകളെല്ലാം നിർമ്മിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾ. അതിൽ പ്രധാന ഇതെല്ലാം കൂടെ ഒരു അസംബ്ലി ചെയ്യുന്നത് ചൈനയിലാണ്. ചൈനയിലും ഇന്ത്യയിലുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ചൈനയിൽ ഇപ്പൊ നിർത്തുവാണെങ്കിൽ നേരെ USA തന്നെ ഇതിന്റെ ഒരു അസംബ്ലി അല്ലെങ്കിൽ ഇതിന്റെ ഒരു പുതിയ രീതിയിൽ ഇവര് പടുത്തുയർത്തേണ്ടതായിട്ട് വരും. അതിനൊക്കെ കോടികളാണ്, അല്ലെങ്കിൽ അത്രയും ചെലവ് മുടക്കി അവർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷത്തിന് വാങ്ങിക്കുന്ന ആപ്പിളിന്റെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 2 ലക്ഷം അല്ല, അതിൽ നിൽക്കും 3 ലക്ഷം വരെ എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇറക്കുമതി കയറ്റുമതി തീരുവയിലുണ്ടാകുന്ന വ്യത്യാസം മറ്റ് റാ മെറ്റീരിയൽ, ഇപ്പം നമ്മുടെ റാ മെറ്റീരിയലിൻ്റെ കഥയാണ് പറഞ്ഞു. റാ മെറ്റീരിയലിൽ ഉണ്ടാകുന്ന വ്യത്യാസം പ്രൊഡക്ഷനിലേക്ക് വരും. അത് സ്വാഭാവികമായിട്ട് ഓരോ രാജ്യങ്ങളെയും പല രൂപത്തിൽ ഇതിൻ്റെ തീരുവയെ ട്രംപ് അയാൻ സാധ്യത കുറവാണ്. ഒന്ന് അദ്ദേഹത്തിന് വയസ്സ് ഒരുപാട് നല്ല പ്രായമുണ്ട്. പ്രായം കൂടിയ വാശി കൂടുമെന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അയയുന്ന, പക്ഷെ പുള്ളി എന്ത് കണ്ടിട്ടാണ് ഈ ബഹളം കാണിക്കുന്നതല്ല. കാരണം മൊത്തം പുള്ളി മൊത്തം ഉൾട്ട അടിക്കുകയാണ്. ഒരു കാര്യത്തിലല്ല പുള്ളി. കാലാവസ്ഥയുടെ കാര്യത്തിലാകട്ടെ, കരാറുകളുടെ കാര്യത്തിലാകട്ടെ, തീരുവയുടെ കാര്യത്തിലാകട്ടെ, ആളുകൾ അവിടെ നിന്ന് കയറ്റിവിടുന്ന കാര്യത്തിലാകട്ടെ. എന്നാൽ ജനപിന്തുണയുണ്ട്, അത് വേറൊരു കാര്യം. അമേരിക്കയുടെ ഒരു പിന്തുണയുണ്ട് അവർക്ക്. കാരണം ജനങ്ങളുടെ അടുത്തുനിന്ന് വലിയ എതിർപ്പ്, കലാപമൊന്നും വരുന്നില്ല ഈ വിഷയങ്ങൾ വരുമ്പോൾ. മറ്റ് രാജ്യങ്ങളുടെ കലാപം വന്നിട്ടുള്ളൂ. ആഭ്യന്തര കലാപം കയറിയിട്ടില്ല ഈ വിഷയത്തിനകത്ത്. അത് നമ്മൾ സീരിയസ് ആയിട്ട് വന്നിട്ടില്ല. പക്ഷേ
വരില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും ആഭ്യന്തര കലാപമില്ല പുള്ളിക്ക് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. പുറത്തുനിന്നുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദമാണ് കൂടുതലുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.